അതുപോലെ ക്ലാസിക്കൽ കലകൾക്ക് ഇപ്പോഴും ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. ഇപ്പോൾ ഒരു റീസെന്റ് കലാമണ്ഡലത്തിൽ കുറെ മാറ്റങ്ങൾ കൊണ്ടു, നോൺ വെജ് ഫുഡ് കൊണ്ടുവന്നു. അവര് അതിരാവിലെ എണീക്കണം എന്നുള്ള ചിട്ടകളിൽ മാറ്റം വരുന്നു. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്ലാസിക്കൽ കല പഠിക്കുന്ന ആൾ നോൺ വെജ് ഫുഡ് കഴിക്കുന്നത് പ്രശ്നമുണ്ടോ? രാവിലെ എണീറ്റില്ലെങ്കിൽ പ്രശ്നമുണ്ടോ? ഇതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും കലാമണ്ഡലം പോലെ സ്പേസിൽ ഇത്രയും ചിട്ടകൾ വരുന്നതിന്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇതിനൊക്കെ? അതെ, അതെന്താ വെച്ചാൽ കുറെ പേര് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്ഥലത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവർക്കും ഫേവറബിൾ ആവുന്ന ഏറ്റവും ഇപ്പം നമ്മളൊരു ബേസിക് സിവിക് സെൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? പലവരും വീട്ടിൽ സാധനങ്ങൾ കാലത്ത് കുലത്തായി ഇടും അല്ലേ? പക്ഷെ ഒരു ബേസിക് പ്ലേസിൽ വരുമ്പോൾ ഇത് അങ്ങനെ വെക്കണം നമ്മൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ നിയമം വരുന്നത്. സോ ദാറ്റ് ഒന്ന് ഇറ്റ് ഈസ് ഗുഡ്, ആൻഡ് രണ്ട് അത് എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. അതേപോലെയാണ് കലാമണ്ഡലത്തിൽ രാവിലെ അണിച്ച് അഭ്യസിക്കുന്നതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ വർക്കൊക്കെ 3 മണി പുലർച്ചെയാണ് ഇരുന്ന് ഞാൻ കമ്പോസിങ്ങും എല്ലാം എനിക്ക് ആ സമയത്താണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓൾദോ ഐ മേ നോട്ട് പ്രാക്ടീസ് ദെൻ, ഐ ബി ടു ലേസി ടു പ്രാക്ടീസ് ദെൻ. ക്രിയേറ്റിംഗ് മ്യൂസിക്, റൈറ്റിംഗ്, ഡാൻസ്, സ്ക്രിപ്റ്റിംഗ്, ഡാൻസ് ഒക്കെ ആ സമയത്താണ്. പിന്നെ വീണ്ടും ഓർക്കും. ഇതൊന്നും എനിക്കിപ്പോൾ ഓർമ്മേനെ ഉണ്ടാവില്ല. പിന്നെ പ്രാക്ടീസിങ് വിൽ ബി എ ടൈം ദറ്റ് ഐ തിങ്ക് ഐ എം മോസ്റ്റ് കംഫർട്ടബിൾ. ബട്ട് നമ്മൾക്ക് വെൻ യു ഹാവ് നമ്പേഴ്സ്, it is to avoid chaos that you bring in discipline. അല്ലെങ്കിൽ chaotic ആവില്ലേ? സോ ആ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് ഈ ആർട്ട് ഫോം റിക്വയേഴ്സ് റിജിഡിറ്റി ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് കോൺസ്റ്റൻറ്റ് പ്രാക്ടീസ്. സോ രാവിലെ എണിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു ദിവസം ആ രാവിലെ എണിക്കുന്നതിൻ്റെ ഗുണം അവരുടെ കണ്ണിലും ശരീരത്തിലും ഉണ്ട്. ബിഫോർ എനിത്തിങ് ക്യാൻ ഗെറ്റ് ഇൻ ടു എനി റട്ട് ക്യാൻ എൻറ്റർ യുവർ സിസ്റ്റം. അതേപോലെ നോൺ വെജ് ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഒരു ഭരതനാട്യം 1 മണിക്കൂർ കച്ചേരി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു മറു ചോദ്യം. ഇതിനെ നോൺ വെജ് ഫുഡിനെ എതിർക്കുന്നവർ ഡയറ്റീഷ്യൻ ആണോ? ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഡയറ്റീഷ്യൻ. ബിരിയാണി കഴിച്ചിട്ട് ചെയ്യാമല്ലോ. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ആൾക്കാരുടെ ബോഡി റിക്വയർമെൻ്റ് ആണ്. ചിലവർക്ക് അത് അത് കഴിച്ച് പ്രാക്ടീസ് ചെയ്ത് ശീലമുള്ളവർക്ക് ഓക്കെ. അല്ല ചിലവർ ഐ ഡോണ്ട് ഈറ്റ് ബിഫോർ ഐ ഗെറ്റ് ഓൺ സ്റ്റേജ്. സോ അത് ചിലവർക്ക് നല്ല എനർജി കിട്ടും എന്ന് പറയും. സോ അതൊക്കെ ഓരോരുത്തരുടെയും ബോഡിയുടെ ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് എല്ലാം വളരെ വേരിഡാണ്. പിന്നെയും ഒരു പെർട്ടിക്കുലർ ഒരു വെന്യൂവിൽ ഡാൻസ് ചെയ്യണമെന്ന് തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വെന്യൂ ഉണ്ടോ? സൂര്യ ഫെസ്റ്റ് ഇസ് വൺ സച്ച്, ബിക്കോസ് അതൊരു ഭയങ്കര ഡിസിപ്ലിനറിയാണ്. 6:30 പറഞ്ഞാൽ വാതിൽ അടച്ചിരിക്കും. ആൻഡ് ഒരു ഡാൻസറിനെ സംബന്ധിച്ചോളം അത് ഭയങ്കര ക്രൂഷ്യലാണ്. ദറ്റ് you will end your concert within this time. Khajuraho is a wonderful experience. Madras Music Academy is a good stage. പക്ഷേ ഒരിക്കലും ഞാൻ അതുപോലെ തന്നെ അറിയപ്പെടാത്ത വേറെ സ്റ്റേജസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ വെളിയിലൊക്കെ നമുക്ക് പോകുമ്പോൾ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസ് ഉണ്ട്. അവിടെയൊക്കെ ഇനിയും പോയി കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും. ഇപ്പം മദ്രാസിൽ തന്നെ മ്യൂസിയം തിയേറ്റർ ഉണ്ട്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഏജിസം ഇസ് എ പ്രോബ്ലം. I'm talking more as a block. ഓർഗനൈസേഴ്സ് ഒരു 50 വയസ്സ് കഴിഞ്ഞാലൊക്കെ ഇഫ് ദേ തിങ്ക് ഒരു പെർസീവ്ഡ് സെൻസ് ഓഫ് ബ്യൂട്ടിയിൽ വരുന്നില്ല, ഹെൽത്തിൽ വരുന്നില്ലെങ്കിൽ ആരെയും വിളിക്കുന്നില്ല. ഞാൻ ചെയ്ത സ്ത്രീ പ്രേക്ഷ അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഏജിസം. സോ ദാറ്റ് വി ആർ ഫൈൻഡിങ് ഒരു ആർട്ടിസ്റ്റിന് ഇപ്പം ഞാൻ എൻ്റെ 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ ഐ എം തിങ്കിങ് എനിക്ക് വയ്യ 2 മണിക്കൂർ പെർഫോം ചെയ്യാൻ. ഞാൻ ആലോചിക്കുന്ന ഇന്ന സ്പേസിൽ വേറെ ആദ്യം ചിലപ്പോൾ ഐ സ്റ്റിൽ എനിക്കൊരു സെൽഫ് എക്സ്പ്രഷൻ്റെ ഭാഗമായി ഞാനൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എനിക്ക് കളിക്കണം. അത്രേ എനിക്ക് ആരോഗ്യമുള്ളൂ, ചെയ്യാനും അത്ര മതി എന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ ഒരു സ്പേസ് ഡെസിഗ്നേറ്റ് ചെയ്ത് എടുക്കുകയാണ് എനിക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെയുണ്ട്. കോമഡിറ്റീവ് ഫിറ്റിഷിസം എത്ര ഇന്ന് കേരളത്തിൽ അതാണ് പ്രശ്നം. ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ മെയിൻ ഫെസ്റ്റിവൽ, ഈവൻ ഇൻ ടൂറിസം നടത്തുന്ന മെയിൻ സ്ട്രീം ഡാൻസ് ഫെസ്റ്റിവൽസിൽ പോലും ഈ ആർട്ടിസ്റ്റിന് എത്ര സ്പോൺസേഴ്സിന് അത് നമ്മുടെ ഗവൺമെൻറ് അടക്കം അങ്ങനെയാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് how much money your face can bring
റൈറ്റ്? ഒരു ആർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധമൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചും. ഞാൻ എൻ്റെ വർക്കൊന്നും ഇവിടെ പ്രൊഫൈലിങ്ങേ നടന്നിട്ടില്ല. സ്ഥിരമായിട്ട് 1-2 പേര് തന്നെയാണ് ഇവിടെ ഫെസ്റ്റിവൽസ് ക്യൂറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തൊക്കെ വർക്ക് പുറത്ത് വരുന്നു, ഇപ്പം എൻ്റെ 2 വർക്കും വെളിയിലാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നല്ല കമ്മീഷൻ. സോ അതൊക്കെ വലിയ ഇഷ്യൂസാണ്. ഇപ്പം ഞാനൊരു വർക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഫണ്ട്സ് കിട്ടുന്ന ഗവൺമെൻറ് ഇസ് വില്ലിങ് ടു ഗിവ് മീ എ ഗ്രാൻഡ്, ടേക്ക് ദിസ് ഫോർ യുവർ എൻ്റെ സ്റ്റേറ്റ്, വൈ ലുക്ക് അറ്റ് ദ സെൻറ്റർ, ഐ വിൽ ബി ഹാപ്പി. യാ പക്ഷെ അവിടെ ഗ്രാൻഡ്സിന്റെയും ഒരുപാട്, because I was speaking to Surya Krishnamurthy sir, he himself said ഇത്രയും കാലം ഒരു സൂര്യ ഫെസ്റ്റിവൽ നടത്തിയിട്ട് every year they go to government for grants, but not it has not come till now. And I spoke to Parshanath Upadhyay recently, and he said young dancers would like to get central government or state government support. Adum polum there's a lot of politics involved. There's a lot. ഞാൻ ICCR empaneled artist ആണ്, Indian Council of Cultural Relations. 2004 empaneled ആയതാണ്. എൻ്റെ student is now in a higher category. They have not even upgraded me because I have not interacted with them. So പലപ്പോഴും നമുക്ക് ഇത് ചെയ്യുന്ന ഇടയിൽ അതിനൊന്നും നമുക്ക് സമയമില്ല. സോ യു ജസ്റ്റ് ലെറ്റ് ഗോ. ആൻഡ് ഗ്രാൻഡ്സിൻ്റെ കാര്യമൊക്കെ ഇവിടെ കേരള സംഗീത നാടക അക്കാഡമി ഒരു ആർട്ടിസ്റ്റിന് ഒരു പെർഫോമറിന് കൊടുക്കുന്നതൊക്കെ വളരെ മിനിമം 50,000 60 മാക്സിമം. ആൻഡ് അത് മ്യൂസിഷ്യൻസിന് കൊടുക്കാൻ പോലും തികയില്ല. സോ ബേസിക്കലി നമ്മൾ സമ്പാദിക്കുന്നത് എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡാൻസ് ചെയ്യുന്നത്. ബട്ട് ഓഫ് കോഴ്സ് നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ്, ഞാനൊക്കെ ശരിക്കും എൻ്റെ 30-35 വയസ്സിനപ്പുറമാണ് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഈ മെഡിക്കൽ ഡോക്ടേഴ്സിനൊക്കെ പറയുന്ന പോലെ കുറേ കാലം പഠിക്കുക, പിന്നെ ഇത്. ബട്ട് ഇനിയിപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഇപ്പോൾ നമ്മൾ പെർഫോമൻസ്, അതുകൊണ്ടാണ് ഇപ്പോൾ അക്കാഡമിക് സ്ട്രീമിലുള്ളത്. ട്രാൻസിഷൻ ഈസ് ഹാപ്പനിങ്. ഞാനൊരു പേർപ്പസ്ഫുൾ ആയി ചെയ്യുന്ന ട്രാൻസിഷനാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ ഒരുപക്ഷെ ഒരു പ്യുവർ അക്കാഡമിഷ്യനും ഒരു ടീച്ചറായിട്ട് മാറുന്ന ഒരു സമയമുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഓൺലൈനും ഇതും. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഗ്രാൻഡ് ഗിവേഴ്സോ നമ്മളെ അറിയുക പോലും ഇല്ല.